Dear students, I hope all are fine. I am Anish MP, vocational teacher, Government Vocational Higher Secondary School, Madai, Kannur. ഇൻവെൻട്രിയുടെ ഫസ്റ്റ് പാർട്ടിൽ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ് ഓർ ഇൻവെൻട്രി വാല്യുവേഷനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പഠിച്ചിരുന്നുവല്ലോ. എന്നാൽ ഇന്നത്തെ സെഷനിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ മെത്തേഡ്സ് ഉപയോഗിച്ച് സ്റ്റോഴ്സ് ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വരാജ് കമ്പനി ലിമിറ്റഡിൻ്റെ സ്റ്റോഴ്സ് ലെഡ്ജറാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഫിഫോ മെത്തേഡിലാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റോഴ്സ് ലെഡ്ജറിന് പ്രധാനപ്പെട്ട 3 വലിയ കോളംസാണ് ഉള്ളത്. റെസിപ്റ്റ്സ് കോളം, ഇഷ്യൂ കോളം, ബാലൻസ് കോളം. ഓരോ തവണ വാങ്ങിക്കുന്നതും റെസിപ്റ്റ്സ് കോളത്തിൽ കാണിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ കോളത്തിലും അത് കഴിച്ചുള്ള ബാലൻസ് കോളത്തിലാണ് കാണിക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ സ്വരാജ് കമ്പനി ലിമിറ്റഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഇൻ റെസ്പെക്ട് ഓഫ് മെറ്റീരിയൽ ബീറ്റ ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2021. ഫസ്റ്റ് എൻട്രി ഇങ്ങനെയാണ്. April 1 ഓപ്പണിംഗ് ബാലൻസ് 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40 പെർ യൂണിറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 200 യൂണിറ്റ് ഉണ്ട്, 40 രൂപ പ്രകാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് കോളത്തിലെ ക്വാണ്ടിറ്റി കോളത്തിൽ ഞങ്ങൾ എഴുതേണ്ടത് 200, അതാണ് കയ്യിലുള്ള ബാലൻസ്. അതിന് എത്ര രൂപ വില വരുന്ന പറയുന്നത്? ₹40 എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ₹40 റേറ്റ് കോളത്തിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് 8000 രൂപ വില വരുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓരോ ലൈന് സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇനി 4-ാം തീയതി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. റിസീവ്ഡ് ഫ്രം സപ്ലയർ 500 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹45 പെർ യൂണിറ്റ്. ബ്രാക്കറ്റിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 128. റിസീവ്ഡ് ഫ്രം സപ്ലയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സപ്ലയർ എടുക്കുന്ന ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാണിക്കേണ്ടത് റെസിപ്റ്റ്സ് കോളത്തിലാണ്. റെസിപ്റ്റ്സ് കോളത്തിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ നമ്പർ എഴുതുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്പറാണ് അടിക്കുന്നത്. നമ്പർ എത്രയാണ്? 128, 128. അടുത്തത് ക്വാണ്ടിറ്റി കോളമാണ്. എത്ര യൂണിറ്റ് വാങ്ങിച്ചു? 500 യൂണിറ്റ് വാങ്ങിച്ചു. എത്ര രൂപക്കാണ് വാങ്ങിച്ചത്? 45 രൂപക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് 22,500 രൂപ വിലയുണ്ടാവും. ഇത് നമ്മൾ നേരെ സ്റ്റോറിലേക്കാണ് മാറ്റുക. സ്റ്റോറിലേക്ക് മാറ്റുമ്പോൾ ഫിഫോ മെത്തഡിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം വന്നത് ഒരു കൺസൈൻമെൻറ്റ്, രണ്ടാമത് വന്നത് മറ്റൊരു കൺസൈൻമെൻറ്റ്, ഇങ്ങനെ വേർതിരിച്ച് വേണം വെക്കാൻ. കാരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ആവശ്യപ്പെട്ട് വന്നാൽ ആദ്യം വന്നത് ആദ്യം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യുന്നത്? പഴയ 200 ബാലൻസ് 4-ാം തീയതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതുക, താഴ്ത്തി എഴുതുക. അപ്പോൾ പഴയ 200 വീണ്ടും ഒരു ലൈന് താഴ്ത്തി എഴുതുക. അതിൻ്റെ റേറ്റ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ 8,000 rupees. അതിൻ്റെ കൂടെ ഞങ്ങൾ പുതിയ വാങ്ങിച്ച കൺസൈൻമെൻറ്റ് ചേർത്ത് എഴുതുക. എത്രയാണ് വാങ്ങിച്ചത്? 500 യൂണിറ്റ്സാണ് വാങ്ങിച്ചത്. എത്ര രൂപക്കാണ് വാങ്ങിച്ചത്? 45 rupeesനാണ് വാങ്ങിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വാല്യൂ 22,500 rupees എന്ന് കാണാം. ഹിയർ ദർ ആർ 2 ഡിഫറെൻറ്റ് കൺസൈൻമെൻറ്റ്സ് ഓൺ April 4 ഇൻ സ്റ്റോക്ക്. സ്റ്റോക്കിലൂടെ 2 കൺസൈൻമെൻറ്റ് ഏപ്രിൽ 4-ാം തീയതി ഉണ്ട് എന്ന് കാണാം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇത് മാത്രം ഏതെങ്കിലും ഒരു കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകാം. 9-ാം തീയതിയാണ് ട്രാൻസാക്ഷൻ ഡേറ്റ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് കോളത്തിൽ 9 എന്നിട്ടു. അടുത്തത് ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 250 യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ സ്റ്റോഴ്സ് റിക്വസിഷൻ നോട്ട് നമ്പർ 426. സ്റ്റോഴ്സ് റിക്വസിഷൻ നോട്ട് 426 പ്രകാരം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ കോളത്തിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോട്ടിൻ്റെ നമ്പറാണ് എഴുതുന്നത്. നമ്പർ 426 നടിച്ചു. ഇഷ്യൂ കോളത്തിൽ ക്വാണ്ടിറ്റി കോളത്തിൽ ഇനി ഇഷ്യൂ ചെയ്ത ക്വാണ്ടിറ്റിയാണ് എഴുതാൻ പോകുന്നത്. ഇഷ്യൂ ആവശ്യപ്പെട്ടിരിക്കുന്നത് 250 ആണ്. പക്ഷെ നമുക്കറിയാം ബാലൻസ് കോളത്തിൽ 250 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമുക്ക് ലഭ്യമല്ല. പകരം ഉള്ളത് 200 ഉള്ളൂ. പിന്നീട് 500 ഉള്ളത്. ഫിഫോ മെത്തേഡിൽ ആദ്യം വന്നത് ആദ്യം കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വന്നത് എത്രയുള്ളത്? 200.
അപ്പോൾ അത് ആദ്യം കൊടുക്കാം, 200 കൊടുക്കാം. അപ്പോൾ 200 കൊടുത്തു. എത്രയാണ് 200ൻ്റെ റേറ്റ്? 40 rupees. അങ്ങനെ വരുമ്പോൾ 248,000 ആയി. മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് 200ൻ്റെ ആയിരുന്നോ? അല്ല, 250ൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 50 കൂടി എടുക്കണം. അത് എവിടെ നിന്ന് എടുക്കുക? 500 നിന്ന് എടുക്കുക. അപ്പോൾ അവിടെ 50 500 നിന്ന് എടുക്കുന്നതായിട്ട് കാണിക്കും. 50 എങ്ങനെയാണ് 500 എടുക്കുന്നതെന്ന് മനസ്സിലാകുക? 500ൻ്റെ റേറ്റ് എത്രയാ? ബാലൻസ് കോളത്തിൽ 45 ആണ്. അപ്പോൾ 45 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയാണ്? 2250. ഇഷ്യൂ കോളം ശ്രദ്ധിച്ചേ. ഇഷ്യൂ കോളത്തിലെ ക്വാണ്ടിറ്റി കോളം ഇപ്പോൾ എത്രയായി? 250 ആയല്ലോ. അപ്പോൾ ആദ്യത്തെ കൺസൈൻമെൻ്റായ 200ൽ നിന്ന് 200 മുഴുവനായി എടുത്തു. അത് പോരാതെ വന്നപ്പോൾ രണ്ടാമത്തെ കൺസൈൻമെൻ്റായ 500ൽ നിന്ന് ഒരു 50 എടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 500ൽ നിന്ന് ഓൺലി 50 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അവിടെ എത്ര ഉണ്ടാവും? ഇനി 450 ഉണ്ടാവും. ആ 450 ഇവിടെ നമ്മൾ എഴുതണം. 450 എഴുതി. അതിൻ്റെ റേറ്റ് എത്രയാ? 45 ആണ്. അങ്ങനെ വരുമ്പോൾ അതിന് 20,250 rupees വാല്യൂ ഉണ്ടാവും. അതായത് ഏപ്രിൽ 9-ാം തീയതി ഇഷ്യൂ കഴിച്ച് നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? 450 units at the rate of 45, that is 20,250. നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇങ്ങനെയൊന്നും കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു കളർ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഡേറ്റ് വരുന്നത്? ഡേറ്റ് ഏപ്രിൽ 18th ആണ്. അപ്പോൾ 18th ഡേറ്റ് ഇട്ടു. എന്താ നമ്മളോട് പറയുന്നത്? ക്വസ്റ്റ്യൻ റിസീവ്ഡ് ഫ്രം സപ്ലയർ 300 units at the rate of ₹50 per unit. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 130. അതായത് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് 130 പ്രകാരം നമ്മളോട് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിരിക്കുന്നത്? അവർ 300 യൂണിറ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റ് കോളത്തിൽ 300 യൂണിറ്റ് എഴുതി. എത്ര രൂപക്കാണ് വാങ്ങിച്ചത്? 50 rupeesനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് 15,000 രൂപ വില വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏപ്രിൽ 18th പഴയ കൺസൈൻമെൻറ്റുകൾ അല്ലെ സ്റ്റോക്കുകൾ താത്തി എഴുതണം. ഒരു ലൈൻ സ്കിപ്പ് ചെയ്ത് എഴുതണം. അപ്പോൾ പഴയ സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു? ബാലൻസ് കോളത്തിൽ 450. അപ്പോൾ 450 റേറ്റ് എത്രയാ? 45, 45 രൂപ. അതിൻ്റെ വില എത്രയായിരുന്നു? 20,250. അതിൻ്റെ കൂടെ പുതിയ വാങ്ങിച്ച 300, അതിൻ്റെ വാല്യൂ എത്രയാ? 50. അങ്ങനെയാണെങ്കിൽ വാല്യൂ 15,000. അപ്പോൾ 18-ാം തീയതി രണ്ട് കൺസൈൻമെൻറ്റ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട്. 450, 45 rupees, 20,250. Then a new purchase of 300 units at the rate of ₹50, 15,000. 18-ാം തീയതി ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 22nd പുതിയൊരു ട്രാൻസാക്ഷൻ കാണുന്നത്. എന്താ 22nd ട്രാൻസാക്ഷൻ നമ്മളോട് പറയുന്നത്? റിസീവ്ഡ് ഫ്രം സപ്ലയർ 100 units at the rate of ₹48 per unit. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 132. വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. വാങ്ങിച്ചത് റെസിപ്റ്റ് കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. നമ്പർ 132. അപ്പോൾ 132 ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ ഞങ്ങളവിടെ റെക്കോർഡ് ചെയ്തു. നിങ്ങൾ സ്കൂളിൽ നിന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ GRN കോളവും SRN കോളവും ഒഴിവാക്കിക്കൊണ്ട് പ്രോബ്ലം ചെയ്താൽ മതി. നോട്ട്ബുക്കിൽ ഇത്രയും കോളം വരച്ചിട്ട് പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ ആ കോളം കൂടി കാണിച്ചിരിക്കുന്നത്. 100 യൂണിറ്റ് വാങ്ങിച്ചു. എത്ര റേറ്റിനാണ് വാങ്ങിച്ചത്? 48 ആണ്. 48 വാങ്ങിച്ചപ്പോൾ 4,800 rupeesൻ്റെ മെറ്റീരിയലാണ് കയ്യിലേക്ക് വന്നത്. കയ്യിലേക്ക് പുതിയ ക്വാണ്ടിറ്റി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത് നമ്മൾ? പഴയ ബാലൻസ് ഒരു ലൈന് സ്കിപ്പ് ചെയ്ത് എഴുതണം. താഴോട്ടേക്ക് ഈ ഡേറ്റിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഏതൊക്കെ ബാലൻസാണ് ഉള്ളത്? 450 എന്ന ഒരു ബാലൻസ് ഉണ്ട്. അതിൻ്റെ റേറ്റ് എത്രയാ? 45 എന്നാണ്. അത് സ്കിപ്പ് ചെയ്ത് എഴുതി താഴോട്ട്. ഇനി പഴയ ഒരു കൺസൈൻമെൻറ്റ് കൂടിയുണ്ട്. എത്രയാ? 300. അതിൻ്റെ റേറ്റ് എത്രയാ? 50 ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ എന്ത് ചെയ്തു? താഴോട്ട് മാറ്റി എഴുതി. അതിൻ്റെ കൂടെ 22nd വാങ്ങിച്ച ഏപ്രിൽ 22nd വാങ്ങിച്ച പുതിയ ലോട്ട് കൂടി ചേർത്ത് എഴുതുക. എത്രയാണ് ലോട്ട്? 100. അതിൻ്റെ റേറ്റ് 48 ആണ്.
അപ്പോൾ ഹിയർ ദർ ആർ 3 consignments as stock on April 22nd. What are they? 450 of first lot, 300 quantity of second lot and 100 quantity of third lot. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കൂടിയേ ഉള്ളൂ. അത് 28-നാണ്, ഏപ്രിൽ 28, 28-ാം തീയതി. ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 600 യൂണിറ്റ്സ്, SRN നമ്പർ 427. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡേറ്റ് ഇട്ട് പിന്നെ നോട്ടിൻ്റെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാം. എത്രയാ? 427. ഇനി എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞത്? 600. അപ്പോൾ നമ്മൾ ബാലൻസ് കോളത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് 600 ക്വാണ്ടിറ്റി ലഭ്യമല്ല. എത്രയേ ഉള്ളൂ? 450 ഉള്ളൂ. പിന്നീട് ഒരു 300 ഉണ്ട് നെക്സ്റ്റ് ലോട്ടിൽ, പിന്നീട് ഒരു 100 ഉണ്ട് നെക്സ്റ്റ് ലോട്ടിൽ. ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ് ആണ്. മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ എത്രയാണ് കൊടുക്കാൻ പറ്റും? ഫസ്റ്റ് 450 കൊടുക്കുക. 450 ക്വാണ്ടിറ്റി കൊടുത്തു. എത്ര രൂപ? 450-ൻ്റെ 45 റുപ്പീസിന് കൊടുത്തു. അപ്പോൾ വാല്യൂ 20,250. അവർ ചോദിച്ചത് എത്രയാ? 600 യൂണിറ്റാ. ഇനി എത്ര കൂടി കൊടുത്താലേ ഇവിടെ 600 ആവും? 150 കൂടി കൊടുക്കണം. അപ്പോൾ 150 എവിടെ നിന്ന് എടുക്കുക? ഈ 300 എന്ന് വേണം ഇവിടെ 150 എടുക്കാൻ. അപ്പോൾ നമ്മൾ 150 കൂടി കൊടുക്കാൻ പോവുക. 150 കൊടുത്തു. അത് ഏത് റേറ്റിനാണ് കൊടുക്കുക? 300-ൻ്റെ റേറ്റ് എത്രയാ? 50. 50ക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ 7,500 റുപ്പീസ്. ഇനി ബാലൻസ് കോളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം യൂണിറ്റ്സ് ഫുള്ളി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. 300-ൽ നിന്ന് എത്ര കൊടുത്തു? 150 കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയുണ്ടാകുക? 150. അതുകൊണ്ട് 150 അവിടെ എഴുതി, ആ ലൈനിന് നേരെ എഴുതി. റേറ്റ് ആയിരിക്കുന്ന 15 കാണിച്ചു. അപ്പോൾ 7,500 ഉള്ളൂ. നേരത്തെ 15,000 ആയിരുന്നു, പകുതി പോയതുകൊണ്ട് 7,500. ഇനി ഉപയോഗിക്കാതെ ഇഷ്യൂ ചെയ്യാതെ കിടക്കുന്ന ഒരു ഫ്രഷ് കൺസൈൻമെൻറ്റ് കാണാം. 100 ആണ് ക്വാണ്ടിറ്റി. അതിൻ്റെ റേറ്റ് 48 ആണ്. അപ്പോൾ അതിന് 4,800 റുപ്പീസ് ആയിരിക്കും വാല്യൂ. 28-ാം തീയതി ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കയ്യിൽ ലഭ്യമായ സ്റ്റോക്കാണ്. 2 കൺസൈൻമെൻ്റ് ആയിട്ടാണ് സ്റ്റോക്ക് കിടക്കുന്നത്. ടോട്ടൽ 250 യൂണിറ്റ്സ്, വാല്യൂ 12,300 റുപ്പീസ്. ഇത് നമ്മൾ ഇവിടെ സ്റ്റോഴ്സ് ലെഡ്ജറിനകത്ത് ടോട്ടൽ ചെയ്ത് നമ്മൾ കാണിക്കില്ല. ട്രാൻസാക്ഷൻ 28-നാണെങ്കിലും ആ മാസത്തിൽ ലാസ്റ്റ് ദിവസം 30 ആയതുകൊണ്ട് വാല്യൂ സ്റ്റോക്ക് അണ്ടർ ഫിഫോ ഓൺ ഏപ്രിൽ 30th. 150 units at the rate of 50, 7,500. Then 100 units at the rate of 48, 4,800. Total 250, 12,300. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഫിഫോ മെത്തേഡിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ നമ്മളിനി ലിഫോ മെത്തേഡിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി പുതിയ ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ കാർഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ ആ ഹെഡിങ് കാണാൻ പറ്റും, ലിഫോ മെത്തേഡ് എന്നാണ്. ലിഫോ മെത്തേഡിൻ്റെ പ്രത്യേകത ലാസ്റ്റ് വന്ന മെറ്റീരിയലായിരിക്കും ഞങ്ങൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുക. ക്വസ്റ്റിലേക്ക് വന്നാൽ ഓപ്പണിംഗ് ബാലൻസ് ഏപ്രിൽ 1 200 യൂണിറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 40 പെർ യൂണിറ്റാണ് കാണുന്നത്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 1 എന്ന് കാണിച്ചു. നേരെ നമ്മൾ ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി കോളത്തിൽ 200 യൂണിറ്റ്സ് ടൈപ്പ് ചെയ്യുന്നു, എഴുതുന്നു. അതിൻ്റെ റേറ്റ് 40 റുപ്പീസാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ 8,000 യൂണിറ്റ് കാണിക്കുന്നു. 4-ാം തീയതി റിസീവ്ഡ് ഫ്രം സപ്ലയർ 500 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 45 എന്നാണ് പറയുന്നത്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് 128. അപ്പോൾ അവിടെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 128 എന്ന് മാർക്ക് ചെയ്യുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ് ലഭിച്ചത്? 500 യൂണിറ്റാണ്. അപ്പോൾ 500 ക്വാണ്ടിറ്റി എഴുതി റേറ്റ് കോളത്തിൽ 45 റുപ്പീസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും. 22,500 ആണ് വാല്യൂ. 4-ാം തീയതിയിലേക്ക് പഴയ ബാലൻസ് നമ്മൾ ഒരു ലൈൻ സ്കിപ്പ് ചെയ്ത് താഴോട്ട് എഴുതുക. 200 യൂണിറ്റ്, റേറ്റ് 40 റുപ്പീസ്, വാല്യൂ 8,000. പുതിയ വന്ന കൺസൈൻമെൻറ്റ് 500, റേറ്റ് 45, അതിൻ്റെ വാല്യൂ 22,500. ഇതുവരെ ചെയ്തതെല്ലാം തന്നെ നമ്മൾ ഫിഫോ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഇവിടെ വ്യത്യാസം ഉള്ളൂ. 9-ാം തീയതി 9-ന് നമുക്ക് ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 250 യൂണിറ്റ്സ് എന്നാണ്
ക്വസ്റ്റ്യൻ പറയുന്നു. അപ്പോൾ 250 യൂണിറ്റ്സ്, SRN നമ്പർ 426. ഇപ്പോൾ സ്റ്റോഴ്സ് റിക്വസിഷൻ നമ്പർ 426 പ്രകാരം നമുക്ക് കൊടുക്കേണ്ടത് 250 യൂണിറ്റ്സാണ്. അപ്പോൾ ലാസ്റ്റ് നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ലിഫോ മെത്തേഡ് ആയതുകൊണ്ട് ഹെഡിങ്ങിൽ നമ്മൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ലിഫോ മെത്തേഡ്. ഇപ്പോൾ ലാസ്റ്റ് ക്വാണ്ടിറ്റി അവൈലബിൾ ഫോർ ഇഷ്യൂ ഓൺ 4th ഈസ് 500 എന്നാണ് കൊടുക്കുക. 500 നമുക്ക് ആവശ്യപ്പെട്ട 250 യൂണിറ്റ് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ 250 യൂണിറ്റ്സ് ആണ് അവിടെ കൊടുത്തത്. റേറ്റ് 45 ആണ്, 45 രൂപ വെച്ച് കൊടുത്തു, 11,250. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൊടുക്കാതെ വെച്ചിരിക്കുന്ന പഴയ കൺസൈൻമെൻ്റ് ഉണ്ട്, അതായത് 200-ൻ്റെ, അത് ഒരു ലൈനിലേക്ക്, അതായത് ഈ ഡേറ്റിലേക്ക് നമ്മൾ താഴ്ത്തി എഴുതും. 200 അതിൻ്റെ റേറ്റ് എത്രയാണ്? 40. അത് താഴ്ത്തി എഴുതും. 500-ൽ നിന്ന് 250 യൂണിറ്റ്സ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 250 യൂണിറ്റ്സ് ഇവിടെ ബാലൻസ് കോളത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് 45 ആണ്. അപ്പോൾ 11,250 റുപ്പീസാണ് അതിന് വരിക. ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ലാസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ലിഫോ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അടുത്തത് 18th ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും, റിസീവ്ഡ് ഫ്രം സപ്ലയർ 300 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 50, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 130. റെസിപ്റ്റ്സ് കോളത്തിൽ ഇനി വാങ്ങിച്ച ക്വാണ്ടിറ്റി കാണിക്കുക. 300 യൂണിറ്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചത്. വാങ്ങിച്ച റേറ്റ് 50 റുപ്പീസ് എന്നാണ് ക്വസ്റ്റ്യൻ അവകാശപ്പെടുന്നത്. അപ്പോൾ 15,000 റോ മെറ്റീരിയൽ ഏപ്രിൽ 18-ന് വാങ്ങിച്ചു. അങ്ങനെ ഓരോ തവണ വാങ്ങിക്കുമ്പോഴും പഴയ ബാലൻസ് നമ്മൾ ഒരു ലൈന് സ്കിപ്പ് ഡൗൺ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ പഴയ ക്വാണ്ടിറ്റി ആയിരിക്കുന്ന 200, അതിൻ്റെ റേറ്റ് ആയിരിക്കുന്ന 40, അത് നമ്മൾ ഒരു ലൈന് താത്തി എഴുതി. അതായത് 18-ാം തീയതി ട്രാൻസാക്ഷനിൽ. വീണ്ടും രണ്ടാമത്തെ ഒരു കൺസൈൻമെൻ്റ് ആയിരുന്നു 250, അതിൻ്റെ റേറ്റ് 45 ആണ്, അതിൻ്റെ വാല്യൂ 11,250, അതും 18-ാം തീയതിയിലേക്ക് താത്തി എഴുതി. ഇനിയുള്ളത് ഫ്രഷ് പർച്ചേസ് ആണ്. ഈ പ്രാവശ്യം വാങ്ങിച്ച 300, അതിൻ്റെ റേറ്റ് 50 ആണ്. 50 അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വാല്യൂ 15,000 ആയി. അങ്ങനെ 3 കൺസൈൻമെൻറ്റ് നിന്ന് നമുക്ക് ഇനി ഇഷ്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 22-നാണ് 22-ാം തീയതി. ഡേറ്റ് നമ്മൾ ഏപ്രിൽ കോളത്തിൽ 22 ടു. എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിരിക്കുന്നത്? 100 ആണ്. അപ്പോൾ 100 യൂണിറ്റ് കാണിച്ചു. റേറ്റ് 48 റുപ്പീസിനാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്. വീണ്ടും എന്ത് ചെയ്യണം? പഴയ ബാലൻസ് എല്ലാം തന്നെ നമ്മൾ താഴ്ത്തി എഴുതണം. 200, റേറ്റ് 40, വാല്യൂ 8,000, then 250, rate 45, value 11,250, then last consignment received 300, rate 50, value 15,000, then at all latest purchase 100, rate 48, amount 4,800. ഇപ്പോൾ ഇവിടെ 4 കൺസൈൻമെൻറ്റ് റെഡിയായി സ്റ്റോക്കിൽ കിടക്കുന്നുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാൽ 28-ാം തീയതിയാണ്. 28-ാം തീയതി ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 600 യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഇഷ്യൂ കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ നമ്മൾ സ്റ്റോഴ്സ് റിക്വസിഷൻ നമ്പർ 427 എന്ന് കാണിച്ചു. ആവശ്യപ്പെടുന്നത് 600 യൂണിറ്റിനാണ്. ഇത് ലിഫോ മെത്തേഡാണ്. ലാസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ തുടങ്ങുക. 600 യൂണിറ്റ് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ആദ്യം 100 യൂണിറ്റ് മാത്രം കൊടുക്കുന്നു. 100 യൂണിറ്റ് എത്ര രൂപയാണ്? 48 റുപ്പീസ് വെച്ച് കൊടുക്കുന്നു. പിന്നെ തൊട്ട് മുകളിൽ കാണുന്ന 300-ൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് മുഴുവനായിട്ട്. 300-ൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50 റുപ്പീസ് വെച്ചിട്ട് 15,000 രൂപക്ക് അത് ഇഷ്യൂ ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ ഇഷ്യൂ എത്രയായി? 300 + 100 400 ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 200 ഈ 250-ൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 250-ൽ നിന്ന് 200 വേണ്ടും നമുക്ക്. 600 ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് 45 ആണ് റേറ്റ്. അപ്പോൾ 9,000 രൂപയാവും. ഇനി നമുക്ക് 2 കൺസൈൻമെൻറ്റുകൾ താഴ്ത്തി എഴുതാനുണ്ട്. ഈ 200 നമ്മൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല, അത് ഫുള്ളും സ്റ്റോക്കിലുണ്ട്. 200 റേറ്റ് 40 ആണ്. അത് ബഫർ സ്റ്റോക്കായിട്ട് അവിടെ തന്നെ കിടക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കൺസൈൻമെൻ്റ് ആയിരിക്കുന്ന 250-ൽ നിന്ന്
200 ഇഷ്യൂ ചെയ്തു. ഇനി സെക്കൻഡ് കൺസൈൻമെൻറ്റിൽ നമ്മൾ 200 യൂണിറ്റ് എടുത്തു കഴിഞ്ഞു. ഇവിടെ കാണാൻ പറ്റും 200 യൂണിറ്റ് എടുത്തു. ഇനി എത്രയുള്ളത്? 250യിൽ നിന്ന് 200 കഴിച്ച് ബാക്കി 50 യൂണിറ്റാണ് ഉള്ളത്. അതിൻ്റെ റേറ്റ് 45 റുപ്പീസാണ്. അങ്ങനെ വരുമ്പോൾ 2250. ഇതാണ് 28th ട്രാൻസാക്ഷൻ. ഇപ്പോൾ 28th കൂടി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് സ്റ്റോക്ക് അണ്ടർ ലിഫോ ഓൺ April 30th 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40 ₹8,000. then 50 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 45 2250. എത്ര ടോട്ടൽ ക്വാണ്ടിറ്റി? 250 യൂണിറ്റ്സ് ആൻഡ് വാല്യൂ 10,250. ആവറേജ് മെത്തേഡുകളായ സിമ്പിൾ ആവറേജ് മെത്തേഡിനും വെയ്റ്റഡ് ആവറേജ് മെത്തേഡിനും സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് കോളത്തിൽ 2 കോളം മാത്രമേ ആവശ്യമുള്ളൂ, ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട്. നമുക്ക് റേറ്റ് കോളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. April 1 നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് കോളത്തിൽ ആ ക്വാണ്ടിറ്റി നമ്മളവിടെ കാണിക്കുക. 200 യൂണിറ്റ്സ് 40 റുപ്പീസാണ് റേറ്റ്. അത് വെച്ചിട്ട് 8,000 റുപ്പീസ്. മുന്നേ ഉള്ള ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്തത് പോലെ തന്നെ, അതായത് 40 റുപ്പീസാണ് ഓപ്പണിംഗ് ബാലൻസിൻ്റെ റേറ്റ്. അപ്പോൾ 200 × 40 8,000. ഫോർത്തിന് റിസീവ്ഡ് ഫ്രം സപ്ലയർ. കിട്ടിയ ക്വാണ്ടിറ്റി നമുക്കറിയാം 500 യൂണിറ്റ് ആണ്. അപ്പോൾ 500 യൂണിറ്റ് റേറ്റ് 45 ആണ്. 45 അപ്പോൾ അങ്ങനെ 22,500 റുപ്പീസിൻ്റെ മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ സാധാരണ ലിഫോ മെത്തേഡിലും ഫിഫോ മെത്തേഡിലും ഒരു ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് പഴയ ബാലൻസ് താഴ്ത്തി എഴുതണം എന്നാണ് നമ്മൾ പഠിച്ചത്. ആവറേജ് മെത്തേഡിൽ അങ്ങനെ താഴ്ത്തി എഴുതേണ്ട ആവശ്യമില്ല, പകരം ചേർത്ത് എഴുതുകയ്യ. പഴയ ക്വാണ്ടിറ്റിയുടെ കൂടെ പുതിയ വാങ്ങിച്ച ക്വാണ്ടിറ്റി ചേർത്ത് എഴുതും. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 700 ആണ് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത് പോലെ തന്നെ കോസ്റ്റും ആഡ് ചെയ്യും. നേരത്തെ നമുക്ക് 8,000 ഉണ്ടായിരുന്നത് വാല്യൂ ഓഫ് സ്റ്റോക്ക് ആയിട്ട്. ഇപ്പോൾ വാങ്ങിച്ചത് 22,500 ആണ് വാങ്ങിച്ചത്. ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 30,500 ആണ് വാല്യൂ വരിക. 30,500. ഇത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളർ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇനി 9th ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 250 യൂണിറ്റ് SRN നമ്പർ 426. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ കോളത്തിലാണ് എഴുതേണ്ടത്. SRN നമ്പർ കോളത്തിൽ നമ്പർ എന്ന് പറയുന്നത് 426 ആണ്. അതിനുശേഷം എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ 700 ഉണ്ട്. 700 നിന്ന് നേരിട്ട് 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതിൻ്റെ റേറ്റ് കാണുന്നത് എന്താണെന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത് 700 എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിനകത്ത് എത്ര കൺസൈൻമെൻ്റ് ഉണ്ട്, അതിന് എത്ര പ്രൈസുകളുണ്ട് നോക്കണം. എത്ര കൺസൈൻമെൻ്റ് ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? കൺസൈൻമെൻറ്റ് വാങ്ങിക്കുന്ന എണ്ണം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ റെസിപ്റ്റ് കോളത്തിൽ വന്നിട്ട് എത്ര കൺസൈൻമെൻ്റ് ഉണ്ട് എന്ന് നോക്കുക. ഇവിടെ ഒരു കൺസൈൻമെൻറ്റേ കാണുന്നു 500 ക്വാണ്ടിറ്റിയുടെ. പിന്നെ ഒരു കൺസൈൻമെൻറ്റ് സ്റ്റോക്കിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായത് 700 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്കകത്ത് ദർ ആർ 2 കൺസൈൻമെൻറ്റ്. അങ്ങനെ വരുമ്പോൾ 2 റേറ്റ് തമ്മിൽ കൂട്ടി അതിൽ എത്ര പ്രൈസാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തത് അത്രയും പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ആവറേജ് കാണാൻ വേണ്ടി. അതായത് സ്റ്റോക്കിലെ റേറ്റ് ആയിരിക്കുന്ന 40യും പിന്നെ പർച്ചേസ് ചെയ്ത ഫ്രഷ് ക്വാണ്ടിറ്റിയുടെ റേറ്റ് ആയിരിക്കുന്ന 45 കൂടി കൂട്ടിയാൽ 85 ആവും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 85നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 42.50 എന്ന് പറയുന്ന പുതിയൊരു റേറ്റാണ് നമുക്ക് വരിക. ആവറേജ് കാണാൻ 2 കൊണ്ട് എന്നല്ല, നമുക്ക് എത്ര പ്രൈസസ് ഉപയോഗിച്ചോ അത്രയും പ്രൈസ് കൊണ്ട്. എക്സാമ്പിൾ ഇവിടെ 3 പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക 3 കൊണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് 700 ക്വാണ്ടിറ്റിയിൽ നിന്ന് എത്ര പോയി? 250 ക്വാണ്ടിറ്റി പോയി. ഇനി എത്ര ഉണ്ടാവും? നമുക്ക് 450 ഉണ്ടാവും. 450 ക്വാണ്ടിറ്റിയാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതിൻ്റെ വാല്യൂ കാണണം. എങ്ങനെയാണ് വാല്യൂ കാണുക? നേരത്തെ
സ്റ്റോറിലുണ്ടായിരുന്ന 30,500 നിന്ന് 10,625 റുപ്പീസ് പോയി. അപ്പം അതും കഴിച്ചിട്ട് ബാക്കിയുള്ള വിലയാണ് നമ്മളിവിടെ കാണിക്കുക. അതായത് 19,875. ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് 18-ാം തീയതിയാണ്, 18th-നാണ്. റിസീവ്ഡ് ഫ്രം സപ്ലയർ 300 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹50 പെർ യൂണിറ്റ്, GRN നമ്പർ 130. എത്രയാണ് വാങ്ങിച്ചത്? 300 ആണ്. 300. റേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 50 ആണ്. 50 റുപ്പീസിന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വാല്യൂ 15,000 ആണ്. അപ്പോൾ 450യുടെ കൂടെ വാങ്ങിച്ച 300 ആഡ് ചെയ്യുമ്പോൾ 750 ആവും. 750. അപ്പോൾ ക്വാണ്ടിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 450 ടു 750. ഇനി എന്താ ചെയ്യേണ്ടത്? പഴയ സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിരുന്ന 19,875ൻ്റെ കൂടെ ഇപ്പോൾ വാങ്ങിച്ച 15,000 കൂടി ആഡ് ചെയ്യണം. അപ്പം അതും ഇൻക്രീസ് ആവും. എത്രയാ? 34,875 ആയി മാറും. 34,875. അത് കഴിഞ്ഞാൽ ഇനി 22nd-നാണ്. അവിടെ മെറ്റീരിയൽസ് വീണ്ടും വാങ്ങിക്കുക. 22nd റിസീവ്ഡ് ഫ്രം സപ്ലയർ 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹48 പെർ യൂണിറ്റ്. വാങ്ങിച്ചത് 100 യൂണിറ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റ് കോളത്തിൽ, ക്വാണ്ടിറ്റി കോളത്തിൽ 100 യൂണിറ്റ്. വാങ്ങിച്ച റേറ്റ് 48 ആണ്. അപ്പോൾ വാല്യൂ 4,800. ബാലൻസ് കോളത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ബാലൻസ് കോളത്തിൽ നിലവിലുള്ള ക്വാണ്ടിറ്റിയുടെ കൂടെ പുതിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. നിലവിലുള്ള ക്വാണ്ടിറ്റി 750 ആണ്. അതിൻ്റെ കൂടെ പുതിയ വാങ്ങിച്ച 100 കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 850 ആവും. അതേപോലെ തന്നെ നിലവിലുള്ള കോസ്റ്റ് എത്രയാ ബാലൻസ് കോളത്തിലുള്ളത്? 34,875 ആണ്. അതിൻ്റെ കൂടെ ഈ വാങ്ങിച്ച കോസ്റ്റ് ആയിരിക്കുന്ന 4,800 കൂടി ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഇൻക്രീസ് ചെയ്ത് 39,675 ആയി മാറുന്നു. അടുത്ത ട്രാൻസാക്ഷൻ 28-നാണ്, ഏപ്രിൽ 28. ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 600 യൂണിറ്റ്, SRN നമ്പർ 427. ഇഷ്യൂ ചെയ്യുന്നത് നമുക്കറിയാം, ഈ 850 യൂണിറ്റിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. 600 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നേരെ 600 യൂണിറ്റ് എഴുതി. ഇനി അതിൻ്റെ റേറ്റ് എങ്ങനെ കാണുന്നതാണ്. ഇവിടെയാണ് ഈ പ്രോബ്ലത്തിൻ്റെ ക്രക്സ് കിടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് കോളത്തിലുള്ള 850 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്കകത്ത് എത്ര കൺസൈൻമെൻറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി നമ്മൾ നേരെ എവിടത്തേക്ക് വരിക? റെസിപ്റ്റ്സ് കോളത്തിലേക്ക് വരിക. റെസിപ്റ്റ്സ് കോളത്തിൽ നോക്കുക, ഏറ്റവും ലാസ്റ്റ് വന്ന 100 എന്തായാലും ഉണ്ടാവും. കാരണം 100 കൂടി ചേർന്നിട്ട് 850 ആയത്. വെറും 100 ഉള്ളൂ എങ്കിൽ ഇവിടെ 100 മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 850 ഉണ്ട്. 850 എന്ന് പറഞ്ഞാൽ 100-നേക്കാൾ മുകളിൽ 850. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിലുള്ള റെസിപ്റ്റ്സ് കോളത്തിൽ തൊട്ട് മുകളിലേക്ക് പോയാൽ 300 വന്നു. 300 കൂടി ചേർന്നാൽ എത്രയാവുക? 300-ഉം 100-ഉം കൂട്ടിയാൽ 400 ആവും. പകരം ഇവിടെ എത്രയുണ്ട്? 850 ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഈ 300-ഉം 100-ഉം പോരാ. 300-ഉം 100-ഉം മാത്രമേ ഉള്ളൂവെങ്കിൽ 400 ആകാൻ പാടുള്ളൂ. അപ്പോൾ അതല്ല. അതുകൊണ്ട് നമ്മൾ തൊട്ട് മുകളിലേക്ക് പോകുന്നു. 500 ഉണ്ട്. അപ്പോൾ താഴത്ത് കൂട്ടി നോക്കാം. 100 പ്ലസ് 300 400, 400 പ്ലസ് 500 900 ആയി പോകും. ഇവിടെ 850 ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 500-ൽ നിന്ന് 450 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അതിൽ ഒരു ക്വാണ്ടിറ്റി വന്നാലും ഈ റേറ്റ് ബാധകമാണ്. അപ്പോൾ എത്ര റേറ്റ് ഉണ്ട്? 100 എന്ന് പറയുന്നതിൻ്റെ 48, 300 എന്ന് പറയുന്ന 50, പിന്നെ 500-നകത്തുനിന്ന് 450 യൂണിറ്റ്സ് മാത്രമേ സ്റ്റോക്കിലുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ 45. സോ ഹിയർ ദർ ആർ 3 കൺസൈൻമെൻറ്റ്സ് ആൻഡ് ദർ റേറ്റ്സ്. ഇവിടെ 3 റേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് നമുക്ക്. ഏതൊക്കെയാ? 48, 50, 45. ഈ 3 റേറ്റുകളും നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 143 എന്ന് പറയുന്ന ടോട്ടൽ പ്രൈസാണ്. നമ്പർ ഓഫ് പ്രൈസസ് യൂസ്ഡ് ഇൻ ദ കാൽക്കുലേഷൻ എത്രയാ? 3 ആണ്. അപ്പോൾ അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 143 ഡിവൈഡഡ് ബൈ 3 കണ്ടാൽ 47.6666 എന്ന് വരും. അപ്പോൾ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 47.67 എന്നാക്കി മാറ്റാം. അത് വെച്ച് നമ്മൾ ഇതിനെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ 600 യൂണിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 28,602 വരും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ 850ൽ നിന്ന് എത്രയാണ് പോയ 600 കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 250 ഉണ്ടാവും കയ്യിൽ. 39,675 നിന്ന് 28,602 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് 11,073 ആയിരിക്കും. 11,073 ഇതാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില. അപ്പോൾ വാല്യൂ സ്റ്റോക്ക് അണ്ടർ സിമ്പിൾ ആവറേജ് ഓൺ April 30th 250 യൂണിറ്റ്സ്, വാല്യൂ 11,073. ഈ പ്രോബ്ലം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലെ ബാലൻസ് കോളത്തിൽ 2 കോളം മാത്രമേ ഉള്ളൂ, ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട്. റേറ്റ് കോളത്തിൻ്റെ ആവശ്യം ഇല്ല. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ April 1 അത് ബാലൻസ് കോളത്തിൽ എഴുതേണ്ടതാണ്. ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമുക്കറിയാം 200 യൂണിറ്റ്, വാല്യൂ 8,000. എമൗണ്ട് കോളത്തിൽ 8,000 മാർക്ക് ചെയ്തു. 4-ാം തീയതി ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 128 ആണ്. നമ്പർ 128 പ്രകാരം വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി 500 ആണ്. 500 ക്വാണ്ടിറ്റി വാങ്ങിച്ചു. അതിൻ്റെ റേറ്റ് 45 റുപ്പീസാണ്. അപ്പോൾ വാല്യൂ 22,500 ആണ്. ബാലൻസ് കോളത്തിൽ വന്ന് നമ്മൾ കൂട്ടി എഴുതുക, ചേർത്ത് എഴുതുക. അപ്പോൾ 700 വാല്യൂ 22,500 പ്ലസ് 8,000 30,500. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇനി 9-ാം തീയതിയിലേക്ക് വന്നാൽ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 250 യൂണിറ്റ്, SRN നമ്പർ 426. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇഷ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 426. ക്വാണ്ടിറ്റി കോളത്തിൽ നമുക്ക് 250 യൂണിറ്റായി ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 250 യൂണിറ്റ് ക്വാണ്ടിറ്റി കോളത്തിൽ എഴുതുക. റേറ്റ് കാണുന്നതാണ് ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ആവറേജ് പ്രൈസ് കണ്ടിരുന്നത് പ്രൈസസിൻ്റെ സം ടോട്ടലിന് ഉപയോഗിച്ച പ്രൈസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു. ഇവിടെ അത്രയും വിഷമമില്ല. ബാലൻസ് കോളത്തിൽ ലഭ്യമായ മെറ്റീരിയലിൻ്റെ കോസ്റ്റിന് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 30,500 ഡിവൈഡഡ് ബൈ 700. അതായത് ഇഷ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ബാലൻസ് കോളത്തിൽ ലഭ്യമായ കോസ്റ്റിനെ, കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ നമ്പറാണ് വരിക. 43.57 എന്നാണ് ലഭിക്കുക. 43.57 അതായത് 43 രൂപ 57 പൈസ. അപ്പോൾ 250 യൂണിറ്റിനെ 43 രൂപ 57 പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10,893 റുപ്പീസ് കിട്ടും. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ കൊടുത്തതാണ്, സ്റ്റോറിൽ നിന്ന് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് കോളത്ത് മൈനസ് ചെയ്യണം. 700ൽ നിന്ന് 250 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 450 ആണ്. 450 എഴുതി. ഇനി ഉള്ളത് 30,500ൽ നിന്ന് ഇത്രയും മെറ്റീരിയൽ പോയത് കൊണ്ട് അത് മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് മൈനസ് ചെയ്താൽ 19,607 19,607 രൂപ വരും. 9-ാം തീയതിക്ക് ശേഷം ഇനി ട്രാൻസാക്ഷൻ നടക്കുന്നത് 18-നാണ്. 18ൻ്റെ ട്രാൻസാക്ഷൻ എന്താ നമ്മളോട് പറയുന്നത്? റിസീവ്ഡ് ഫ്രം സപ്ലയർ 300 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹50 per യൂണിറ്റ്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് 130. എത്രയാണ് വാങ്ങിച്ചത്? 300 യൂണിറ്റ്സ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ ക്വാണ്ടിറ്റി കോളത്തിൽ 300, വാങ്ങിച്ചതിൻ്റെ റേറ്റ് 50 ആണ്. അപ്പോൾ അത് വാല്യൂ ചെയ്യുമ്പോൾ 15,000 വരും. ബാലൻസ് കോളത്തിൽ വരിക. ബാലൻസ് കോളത്തിൽ ഇത് ആഡ് ചെയ്ത് എഴുതുക. ആവറേജ് മെത്തേഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ 450യുടെ കൂടെ ഈ 300 കൂടി ആഡ് ചെയ്യുമ്പോൾ 750 ആവും. ദെൻ നിലവിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ 19,607 ആണ്. അതിൻ്റെ കൂടെ ഈ 15,000 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ 34,607 ആ വാല്യൂ വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 18-ാം തീയതിയിലെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്. അടുത്ത ട്രാൻസാക്ഷൻ 22-നാണ്, 22-നാണ്. എന്താ 22-ന്? റിസീവ്ഡ് ഫ്രം സപ്ലയർ 100 യൂണിറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹48. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 132. അപ്പോൾ 132 പ്രകാരം
വീണ്ടും മെറ്റീരിയൽസ് വാങ്ങിച്ചു. എത്ര യൂണിറ്റാണ് വാങ്ങിച്ചത്? 100 യൂണിറ്റ് വാങ്ങിച്ചു. റേറ്റ് 48 റുപ്പീസാണ്, 48 രൂപ. 4800 റുപ്പീസിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചു. ബാലൻസ് കോളത്തിൽ വന്നാൽ നമ്മൾ പഴയ ബാലൻസിനോട് ആഡ് ചെയ്യും. പഴയതിൻ്റെ കൂടെ 100 വന്നാൽ 850. അപ്പോൾ ക്വാണ്ടിറ്റി 850 ആയി. പഴയ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു ബാലൻസ് കോളത്തിലുള്ളത്? 34,607 ആണ്. പുതിയത് വാങ്ങിച്ചത് 4,800 ആണ്. അപ്പോൾ 34,607 പ്ലസ് 4,800, അപ്പോൾ നമുക്ക് 39,407 കിട്ടും. 39,407. അടുത്ത ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. 28th ആണ് ഡേറ്റ്. ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 600 യൂണിറ്റ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 600 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. SRN നോട്ട് നമ്പർ 427. അപ്പോൾ ഇഷ്യൂ കോളത്തിലാണ് നോട്ടിൻ്റെ നമ്പർ എഴുതുന്നത് 427. എത്ര യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്? 600 യൂണിറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റി കോളം 600. ഇനി ഇതിൻ്റെ റേറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. റേറ്റ് കാണുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? റേറ്റ് കാണാൻ ബാലൻസ് കോളത്തിലെ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 39,407 ഡിവൈഡഡ് ബൈ 850. 39,407 ഡിവൈഡഡ് ബൈ 850. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പ്രൈസാണ് കിട്ടുക. 46.36 എന്നുള്ള ഒരു പ്രൈസ് കിട്ടും. ആ പ്രൈസിന് അത് വാല്യൂ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തതുകൊണ്ട് ബാലൻസ് കോളത്ത് മൈനസ് ചെയ്യണം. ബാലൻസ് കോളത്തിൽ 850 ഉള്ളത്, അതിൽ 600 പോയാൽ ബാക്കിയുള്ളത് 250. ദെൻ 39,407 നിന്ന് 27,816 മൈനസ് ചെയ്താൽ 11,591 ആയിരിക്കും നമുക്ക് ബാലൻസ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ വാല്യൂ സ്റ്റോക്ക് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓൺ April 30th 250 യൂണിറ്റ്സ്, വാല്യൂ 11,591. അപ്പോൾ രണ്ട് ആവറേജ് മെത്തേഡുകളാണ് നമ്മൾ അവസാനമായി പഠിച്ചത്. സിമ്പിൾ ആവറേജ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും. നിങ്ങളെല്ലാവരും പ്രോബ്ലം 1-2 തവണ കണ്ട് മനസ്സിലാക്കുകയും അതുവഴി പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും വേണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.